വേദവ്യാസ മഹർഷി അദ്ദേഹം മഹാഭാരതം രചിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മഹാഭാരതത്തിൽ താൻ കൃഷ്ണനെ വേണ്ടത്ര സ്തുതിച്ചുവോ അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടത്ര പ്രാധാന്യം നൽകിയോ എന്നൊരു സംശയം വേദവ്യാസ മഹർഷിക്ക് ഉണ്ടാവുകയാണ്. അതേ തുടർന്നാണ് അദ്ദേഹം ശ്രീ മഹാഭാഗവതം രചിക്കുന്നത്. ശ്രീ മഹാഭാഗവതത്തില് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ അതിഗംഭീരമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു, ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണനാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് തന്നിൽ അന്തർലീനമായ ശക്തിയെ ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ എവിടെയാണോ ഭാഗവതം കുടികൊള്ളുന്നത് അവിടെ ഞാനുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാണോ ഭാഗവതം ഭക്തിയോടെ നിത്യം പാരായണം ചെയ്യുന്നത് അവിടെയൊക്കെ ഭഗവാന്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഭക്തിയോടെ ഭാഗവതത്തിലേക്ക് നോക്കിയാൽ പോലും ഭഗവാനെ കാണാൻ കഴിയുമെന്നാണ്. അതുപോലെ ഗ്രീക്ക് രചനകളിൽ പോലും ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഗ്രീക്ക് രചനകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക ഹിന്ദു ദേവത ശ്രീകൃഷ്ണ പരമാത്മാവാണ്.